ഏഷ്യ കപ്പിൽ ഇന്ന് യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. 2025 ഏറ്റവും മികച്ച ക്രിക്കറ്റ് പോരാട്ടം. ഒരു ക്ലാസിക് മത്സരമാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കൊണ്ട് ക്രിക്കറ്റ് ലോകം തന്നെ പ്രതീക്ഷിക്കുന്നത്. തുടർച്ചയായ പരാജയങ്ങളിൽ ഇന്ത്യയെ ഒരു തവണ പോലും തോൽപ്പിക്കാൻ പാകിസ്ഥാന് സാധിച്ചിട്ടില്ല എങ്കിൽ കൂടിയും ഇന്നത്തെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വളരെ വ്യക്തിപരമായ ഒന്നായിട്ടാണ് ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരും കാണുന്നത് എന്ന് സുവ്യക്തമാണ്. ഒരു അഭിമാന പോരാട്ടം തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് പുതിയ ചർച്ചകൾക്ക് ഈ ഒരു പോരാട്ടം തിരികൊളുത്തിയിട്ടുണ്ട്. താരങ്ങളുടെ പ്രവൃത്തികളും പ്രതികരണങ്ങളും ഇതിൽ മുതൽക്കൂട്ടാവുന്നുണ്ട്. ഇന്ത്യൻ താരങ്ങളും പാകിസ്ഥാൻ താരങ്ങളും അവർ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും ഈ ഒരു കളിയെ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴയ്ക്കാറുണ്ട്. അവരുടെ പ്രതികരണങ്ങളും പ്രവൃത്തികളും അത് സൂചിപ്പിക്കുന്നതുമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സൂര്യകുമാർ യാദവിനടക്കം പിഴ കിട്ടിയതും പാകിസ്ഥാൻ താരത്തിന് പിഴ ഒഴിവാക്കിയതും വലിയ വിവാദമായിരുന്നു. മത്സരത്തിൽ വിജയിച്ചതിന് പിന്നാലെ ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവ് വിജയം പഹൽഗാം ആക്രമണത്തിലെ ഇരകളുടെ കുടുംബങ്ങൾക്ക് സമർപ്പിച്ചത് ദേശീയ ശ്രദ്ധ നേടിയിരുന്നു. ഇതേ തുടർന്നാണ് ഒരുപാട് വിവാദങ്ങളും പൊട്ടിപ്പുറപ്പെട്ടത്. സൂര്യകുമാർ യാദവിന് ഒരു കനത്ത പിഴ തന്നെ ഈടാക്കേണ്ടി വന്നു. അത്തരത്തിൽ പാകിസ്ഥാൻ ഒരു നിയമം, ഇന്ത്യക്ക് വേറെ നിയമം എന്നൊരു സാഹചര്യവും ഏഷ്യ കപ്പിൽ നമ്മൾ കണ്ടതാണ്. എതിർ ടീം അംഗങ്ങളുമായി കൈകൊടുക്കാൻ വിസമ്മതിക്കുകയും അതേസമയം വിജയം രക്തസാക്ഷികൾക്ക് സമർപ്പിക്കുകയും ചെയ്ത സൂര്യകുമാർ യാദവിന്റെ ഈ പ്രവൃത്തി രാജ്യസ്നേഹവും കായിക മര്യാദയും തമ്മിലുള്ള സംവാദത്തിന് വഴി തുറന്നിരുന്നു. ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായ നമുക്ക് വേൾഡ് കപ്പ് ആദ്യമായി നേടിത്തന്ന കപിൽ ദേവ് ഈ ഒരു വിഷയത്തിൽ പ്രതികരണം അറിയിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, ഒരു ടീമിനെ പ്രതിനിധീകരിക്കുന്നതും വ്യക്തിപരമായ നിലപാടുകളും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ്. ഒരു കായിക താരം എന്ന നിലയിൽ കളിക്കാൻ ഇഷ്ടമാണെങ്കിലും സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ മാത്രമേ താൻ കളിക്കളത്തിൽ ഇറങ്ങുകയുള്ളൂ എന്നാണ് കപിൽ ദേവ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. രാജ്യത്തെ പ്രതിനിധീകരിക്കുമ്പോൾ താൻ രാജ്യത്തിന്റെ തീരുമാനത്തിനൊപ്പമാണ് നിൽക്കുക. എൻ്റെ രാജ്യം പറയുന്നതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും, കപിൽ ദേവ് വ്യക്തമാക്കുന്നു. അതേസമയം രാജ്യസ്നേഹം പ്രകടിപ്പിക്കാൻ ടോക്കണിസത്തിൻ്റെയോ പ്രതീകാത്മകമായ നടപടികളുടെയോ ആവശ്യമില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ഒരാളുടെ രാജ്യസ്നേഹം കുറയുന്നില്ല. രാജ്യസ്നേഹം എന്നത് എല്ലാവരിലും ഉള്ള ഒന്നാണെന്നും അദ്ദേഹം പ്രമുഖ മാധ്യമമായ NDTVക്ക് കൊടുത്ത അഭിമുഖത്തിൽ വ്യക്തമാക്കി. സൂര്യകുമാർ യാദവ് രാജ്യസ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി അതെടുത്ത് പൊക്കി പറയണ്ട എന്നുള്ള ഒരു ധ്വനി കൂടി ഈ ഒരു പ്രതികരണത്തിൽ കാണാം. എന്തായാലും ഇരു കൂട്ടർക്കും അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദപ്രതിവാദങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ അരങ്ങേറുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ആദ്യം പറഞ്ഞതുപോലെ ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലാണ് നടക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ പോര് ആര് ജയിക്കും എന്നുള്ള ഒരു വലിയ ചോദ്യം സാധാരണഗതിയിൽ ഇന്ത്യക്കാണ് സാധ്യതയെങ്കിൽ കൂടിയും കഴിഞ്ഞ 2 കളിൽ തോറ്റിരിക്കുന്ന പാകിസ്ഥാൻ അവരുടെ മൂർച്ചയേറിയ ആയുധങ്ങളെ പുറത്തെടുക്കുന്ന ഒരു മത്സരം കൂടിയായിരിക്കും ഇതെന്നാണ് എല്ലാവരും പറയുന്നത്. പാകിസ്ഥാന്റെ ഏറ്റവും വലിയൊരു കംബാക്ക് ആയിരിക്കും എന്ന് പറയുന്ന പാകിസ്ഥാൻ മീഡിയകളും ഇപ്പോൾ സജീവമാകുന്നുണ്ട്. എന്നിരുന്നാലും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വരുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആര് ജയിക്കും എന്നറിയാനാണ്. സഞ്ജു സാംസൺ അടക്കം ഒരു മികച്ച ഫോം കാഴ്ചവെച്ച് നമ്മൾ മലയാളികളെ അഭിമാന കൊടിമുടിയിൽ എത്തിക്കും എന്നുള്ള പ്രത്യാശയോടെ നമുക്ക് ആ ഫൈനൽ പോരാട്ടം, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമാനമായ ഫൈനൽ പോരാട്ടം കാണാം. സ്പോർട്സ് പിച്ച് എന്ന ഈ പുതിയ സ്പോർട്സ് ചാനൽ ഇഷ്ടമായവർ ഉറപ്പായും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ ഉദ്വേഗഭരിതമായ വീഡിയോകളുമായി ഞങ്ങൾ എത്തുന്നതായിരിക്കും. നന്ദി.